MD ഞാൻ എപ്പോഴും ഒരു ആനയോടാണ് ഉപമിക്കാറുള്ളത്. ആന വളരെ വലുതാണ്, പക്ഷെ ഒരു ജീവിയും കാട്ടിലതിനെ ഭയപ്പെടേണ്ടതില്ല. അസൂയകൾ കൊണ്ട് MD കുറിച്ച് ധാരാളം ആളുകൾ ചീത്തയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ MDക്ക് തന്നെ അറിയാമോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആളെയും സ്വന്തം ശത്രുവായിട്ട് കരുതാത്ത ഒരാൾ, തൊട്ടതെല്ലാം വിജയിപ്പിച്ച ഒരാൾ, വലിയ കാര്യങ്ങൾ വളരെ ലളിതമായി ചെയ്ത് ഒരു ആനയുടെ കാൽവെപ്പോട് കടന്നുപോയ ഒരാൾ, മഹത്തായ എഴുത്തുകാരൻ MDക്ക് എൻ്റെ ആദരാഞ്ജലികൾ. ശ്രീ ജയമോഹൻ എഴുത്തുകാരനായ തമിഴ് മലയാളം എഴുത്തുകാരനായ ശ്രീ ജയമോഹൻ MDയെ അനുസ്മരിച്ചതാണ് ഇപ്പോൾ കേട്ടത്. വീണ്ടും കോഴിക്കോടേക്ക് ശ്രീ ഷഹീദ് ചേരുന്നു. ഷഹീദ്, പൊതുദർശനം പുരോഗമിക്കുന്നുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് ഈ സിത്താര വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. നിരവധി ആളുകൾ, സാധാരണക്കാരായ ആളുകൾ നിരവധി എത്തുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ. അല്പം മുമ്പ് സാറാ ജോസഫ് നമ്മോട് സംസാരിച്ചിരുന്നവർ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചത്, മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിക്കുന്നയാളാണ് MD. അതായത് ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ ആൾക്കൂട്ടം ഭ്രമിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നില്ല. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിന്ന് അതിരവരെ നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു MD എന്ന് നമുക്കറിയാം. പക്ഷേ എപ്പോഴും അദ്ദേഹം സമൂഹത്തിൻ്റെ വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നുകൂടി സാറാ ജോസഫ് ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഈ ജനങ്ങളുടെ നൈസർഗികമായ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായ വിവിധമായ തലങ്ങൾ പകർത്തുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമെങ്കിൽ കൂടി അദ്ദേഹം ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ ഈ സാറാ ജോസഫ് സൂചിപ്പിച്ചത്, മാറാട് കലാപ സമയത്ത് കേരളം ഒന്നടങ്കം വിറങ്ങലിച്ച് നിന്ന സമയത്ത് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർക്കൊപ്പം ഇറങ്ങിച്ചെന്ന് അവിടെ സമാധാന സന്ദേശവുമായി അദ്ദേഹം എത്തി. മുത്തങ്ങ വെടിവെപ്പുണ്ടായ സമയത്ത് സമാനമായ രീതിയിൽ കേരളത്തിലെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുന്ന രീതിയിൽ ഇടപെടൽ നടത്തി. അങ്ങനെ ഈ പൊതുസമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ പോലും അവർക്ക് സമൂഹത്തിന് വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ വഴികാട്ടാൻ മുന്നിൽ നിന്ന ഒരാളായിരുന്നു MD എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോഴിക്കോട്ട് സാഹിത്യമേളയിൽ നടത്തിയൊരു പ്രസംഗം വലിയ ചർച്ചയായിരുന്നു. അതായത് അധികാര കേന്ദ്രങ്ങൾ, ജനങ്ങളുടെ മേൽ അമിതാധികാര പ്രയോഗം നടത്തുന്ന ഭരണകൂടങ്ങൾ അത് ജനവിരുദ്ധമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും അതുകൊണ്ടുണ്ടാകുന്ന സമൂഹത്തിലും നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്ന ജനവിരുദ്ധമായ ഒരു പ്രതിഫലനം എന്താകുന്നതൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അതെല്ലാം ഈ വരുന്ന സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെ എഴുത്തുകാരുൾപ്പെടെയുള്ള ആളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്കും അദ്ദേഹത്തെ അങ്ങനെ കൂടി തൊടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമുക്കറിയാം, ഓരോരുത്തരും എൻ്റെ ജീവിതമാണെന്ന് സ്വയം വിശ്വസിച്ച് അങ്ങനെ വായിക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ ഇത്തരം ചില ഇടപെടലുകളും, അദ്ദേഹം വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ കാണാനും മാധ്യമപ്രവർത്തകർ രീതിയിൽ കാണാനും ഒക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ പോലും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്യാമറകളോട് മാധ്യമങ്ങളോട് നിരന്തരമായി സംസാരിച്ച് ഇടപെടുന്ന ഒരാൾ ആയിരുന്നില്ല. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ കൃത്യമായി രാഷ്ട്രീയ ബോധ്യം, സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുറഞ്ഞുകൂടിയിരുന്നു എന്ന്. ശരി ഷഹീദ്, ഇവിടെ ഇപ്പോൾ ഷഹീദും നേരത്തെ ശ്രീമതി സാറാ ജോസഫും സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം സാമൂഹിക വിഷയങ്ങളിൽ നേരിട്ട് എപ്പോഴും ഇടപെടുന്ന ആളാണ്. ഒരുപക്ഷെ MDയിൽ അരാഷ്ട്രീയത ആരോപിച്ച എഴുത്തുകാരുണ്ട്, അല്ലെങ്കിൽ ചില നിരൂപകരുണ്ട്, ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ചില നിരൂപകരുണ്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എപ്പോഴും സജീവമായി മുദ്രാവാക്യ സമാനമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരു എഴുത്തുകാരനല്ല. പക്ഷേ സൂക്ഷ്മ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് അദ്ദേഹം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചപ്പോൾ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഞാൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കാൻ അത്രയും നല്ലത് എന്നാണ് MD പറഞ്ഞത്. മാത്രമല്ല, ഇപ്പൊ മാറാട് കലാപം, നേരത്തെ സാർ ടീച്ചർ പറഞ്ഞു, മാറാട് കലാപം അവിടേക്കുള്ള യാത്ര, മതസൗഹാർദ്ദം ലക്ഷ്യമാക്കിയുള്ള യാത്ര, അതുപോലെ തന്നെ മുത്തങ്ങ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുന്നു. പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇടപെടും. ഇപ്പൊ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഒരു ശകലം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നാസി ജർമ്മനിയുടെ അവസ്ഥ സൂചിപ്പിച്ച്. അത്തരം രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം, ആവർത്തിക്കുകയുമില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം അദ്ദേഹം ആ പ്രസംഗത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ MD എത്രമാത്രം പൊളിറ്റിക്കലാണ്, സൂക്ഷ്മ രാഷ്ട്രീയം എത്രമാത്രം ഭംഗിയായി വിദഗ്ധമായി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളും. കുറച്ചേ പറയൂ, കുറച്ചു പറഞ്ഞാൽ മതി.